ഇപ്പോൾ ശ്രീ എ കെ ബാലൻ കൂടി ചേരുകയാണ്. ശ്രീ എ കെ ബാലൻ, എല്ലാവരും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരുപക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ എടുത്തുകാട്ടാവുന്ന ലോക നേതാക്കളിൽ അത്രയധികം ധിഷണാശാലിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ നിലയിൽ വലിയ നഷ്ടം എന്ന സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ കാണുകയായിരുന്നു. അകാലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗം ഏത് നിലയിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ നഷ്ടമാകാൻ പോകുന്നത്? മതനിരപേക്ഷ ഇന്ത്യയുടെ കാവൽ ഭടനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ. അവിശ്വസനീയമാണ് ഈ വേർപിരിയൽ. അദ്ദേഹവുമായി 40 വർഷത്തെ ബന്ധം എനിക്കുണ്ട്. 1979 SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും 80 സംസ്ഥാന പ്രസിഡന്റും 80 ലോകസഭാ അംഗവും എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹവുമായി അടുത്ത് 1974 കോളേജിൽ ചേർന്ന് അദ്ദേഹത്തെ ബന്ധപ്പെടുന്നതിനുള്ള അവസരവും കിട്ടിയിരുന്നു. അന്ന് അദ്ദേഹം SFIയിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ്. വിദ്യാർത്ഥി നേതാവ്. ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്ന 1-2 സംഭവങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്ന്, 1992 14ാം പാർട്ടി കോൺഗ്രസ് ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ആ ഘട്ടത്തിന്റെ പ്രത്യേകത, ലോകത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മേഖലകൾ, സോവിയറ്റ് റഷ്യ, അനുബന്ധ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാതയിൽ നിന്ന് വേർപിരിയപ്പെട്ട ഒരു ഘട്ടമാണ്. അന്ത്യം, കമ്മ്യൂണിസം തകർന്നിരിക്കുന്നു, ഇനി അതിന് യാതൊരു ഭാവിയുമില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിനാണ് ഭാവിയുള്ളത്, സോഷ്യലിസത്തിനാണ് ഭാവിയുള്ളത്, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഭാവിയുള്ളത് എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രമേയം, സർട്ടൻ ഐഡിയോളജിക്കൽ ഇഷ്യൂസ്, ചില പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ സംബന്ധിച്ച ഒരു രേഖ, ഒരു പ്രമേയത്തിന്റെ രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അന്ന് നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന ടിആർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അണിനിരന്ന, ബസവമുന്നെ അടക്കം അണിനിരന്ന സ്റ്റേജാണ്. ആ സ്റ്റേജിൽ വെച്ചാണ് ഇദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത്. പ്രതിനിധികളും നേതാക്കളും അത്ഭുതപ്പെട്ടു പോയൊരു അവതരണമായിരുന്നു. അപ്പോഴാണ് ഒരു ദാർശനികൻ രൂപം കൊള്ളുന്നു. ദാർശനിക രംഗത്ത്, പ്രത്യയശാസ്ത്ര രംഗത്ത്, മാനസിക ഗണിതത്തിൽ അതിശക്തമായ ഒരു വിപ്ലവകാരി രൂപം കൊള്ളുന്നു. ശ്രീ എ കെ ബാലൻ, ഇപ്പോൾ അങ്ങ് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു സംഭവം കൂടി അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ച് ഓർക്കുകയാണ്. ഓർമ്മയുണ്ടാകുമല്ലോ, പാർലമെന്റിൽ സീതാറാം എന്ന പേരിൽ സീതയും രാമനുമുള്ള സീതാറാം യെച്ചൂരി BJPയുടെ നിലപാടുകളെ അതിനിശ്ചിതമായി വിമർശിക്കുമ്പോൾ അത് ചെറിയ തരത്തിലൊന്നുമല്ല അവർക്ക് ആശങ്കയും അങ്കലാപ്പും ഒക്കെ ഉണ്ടാക്കിയത്. ആ ഘട്ടത്തിൽ സീതാറാം എന്ന് പേരുള്ള ഞാൻ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. എത്ര മനോഹരമായി ഇന്ത്യൻ ജനാധിപത്യത്തോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകളായിരുന്നു അത് എന്നുള്ളത് കൂടി ഞാൻ ഇപ്പോൾ താങ്കളുടെ വാക്കുകളോട് ചേർത്ത് വെച്ച് ഓർക്കുകയാണ്. അത് ഞാൻ 1979 പരിചയപ്പെടുന്നത്. അത് ഈ 7ാം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് ഞാനൊരു പ്രസംഗം നടത്തുന്നത്. അന്ന് നായനാർ മുഖ്യമന്ത്രിയാണ്. ഞാൻ പറഞ്ഞു, നായനാറല്ല, സാക്ഷാൽ കാറൽ മാർക്സാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിലും SFI സമരം നടത്തും. നടക്കുമ്പോ ജ്യോതിവാസിന്റെ അടുത്ത് ഞാൻ പോയി പരിചയപ്പെടുമ്പോ ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തുന്നത് എ കെ ബാലനാണ്. ഇങ്ങനെ കേരളത്തിലുള്ള വിദ്യാർത്ഥി നേതാവാനും അദ്ദേഹം മാർച്ച് വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാലും SFI സമരം നടത്തുമെന്ന് പറഞ്ഞു. നായനാറുടെ സ്റ്റേജിൽ പ്രസംഗിച്ച ഒരാളാണെന്ന് ജ്യോതിവാസുവിന് പരിചയപ്പെടുത്തി കൊടുക്കുക. ജ്യോതിവാസും ചിരിച്ചു. അതായത് ഈ സീതാറാമിന്റെ ഒരു അവതരണം എന്ന് പറയും നമ്മളെല്ലാം വല്ലാത്ത രൂപത്തിൽ ആസ്വദിപ്പിക്കും. അതിമനോഹരമായ അതുപോലെ തന്നെ സീക്വൻസ്, ലോജിക്കലായിട്ടുള്ള പോയിന്റ് പ്രസംഗത്തിലെ ഇതൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ. രണ്ടാമത്തെ സന്ദർഭം മാത്രം, യഥാർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ രാജ്യം വഴുതി പോകുമോ എന്നൊരാശങ്കയുള്ള കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ശക്തികളെ
ഒരു പൊതുവേദിയിലേക്ക് കൊണ്ടുവന്ന് ഇന്നത്തെ സ്ഥിതിയിൽ കേവല ഭൂരിപക്ഷം BJPക്ക് ലഭിക്കാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് അദ്ദേഹം വഹിച്ചു. അവസാനമായി ഞാൻ പറയാം, അദ്ദേഹം സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുള്ള ഒരു നിയമപോരാട്ടം കള്ളപ്പണക്കാർക്കും കോർപ്പറേറ്റ് ശക്തികൾക്കും ചില രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന നൽകുന്നതിന് വാലിഡിറ്റി കൊടുത്ത ഒരു ഇലക്ടറൽ ബോണ്ട് ഇവിടെ ഉണ്ടായി. അതിനെ ചോദ്യം ചെയ്തത് സീതാറാമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറെക്കുറെ കള്ളപ്പണക്കാർക്ക് രാഷ്ട്രീയക്കാർക്ക് സംഭാവന നൽകുന്നതിന് നിർലോഭം സഹായിക്കുന്നതിനൊരു നിയന്ത്രണം വന്നത്. ഇത് സീതാറാമിന്റെ ഒരു സംഭാവനയാണ്. ഈ രൂപത്തിൽ തൊട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ പൊന്നാക്കിയ ഒരു മഹാപ്രതിഭ, ഒരു ശക്തനായിട്ടുള്ള വിപ്ലവകാരി. ഇത് ഞാൻ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതുവിൽ ലോകത്തിൽ നിന്നുള്ള പിന്നോട്ടടിയും ഇന്ത്യ രാജ്യത്തെ പിന്നോട്ടടിയും അതിന് പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണൊന്ന്. മറ്റൊന്ന് കോർപ്പറേറ്റ് ശക്തികളുടെയും മാധ്യമങ്ങളുടെയും ശക്തമായിട്ടുള്ള കടന്നുകയറ്റമാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ വിപ്ലവ പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകുന്നതിന് ഏതെല്ലാം രൂപത്തിൽ ഉടക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിന് സാമ്രാജ്യത്വം നടത്തുന്ന ഇടപെടലാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിന് ചെലവഴിക്കുന്നത്. ഇതിന്റെ ഗതിയിൽ വെച്ചാണ് തനിമ നഷ്ടപ്പെടാതെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അദ്ദേഹം സംരക്ഷിച്ചത്. അപ്പൊ ആ രൂപത്തിൽ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ നഷ്ടം. അത് ഇന്ത്യൻ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു ദുഃഖം പേറേണ്ടി വന്നിട്ടില്ല, അനുഭവമില്ല. ഇത് കുറച്ചു കാലം ഈ ദുഃഖം സഹിക്കേണ്ടി വരും. എന്നാലും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുക എന്നല്ലാതെ വേറെ വഴി ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോ സമ്മേളനത്തിന്റെ ഭാഗമായി 24ാം പാർട്ടി കോൺഗ്രസിന്റെ തുടക്കം കുറിച്ച ഘട്ടത്തിൽ സീതാറാം യെച്ചൂരിയുടെ വിടവുകൾ കഴിയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ആ വിപ്ലവകാരിയുടെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.